ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഗ്രീൻ പീസ് വെള്ളത്തിലൊക്കെ രാവിലെ ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കറിക്കാണ് കേട്ടോ. അല്ല നമ്മളെ സമൂസക്കല്ല, ഇന്ന് എണ്ണക്കടികളൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. അതായത് കുറേ ദിവസമായില്ല നമ്മളിങ്ങനെ അടുപ്പിച്ച് എണ്ണക്കടി ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് എണ്ണക്കടിയൊന്നും വേണ്ടാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും നമുക്കിന്ന് വെജിറ്റബിൾസ് കുറുമ ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം അത് വേവിച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉപ്പും അതുപോലെ തന്നെ ഒരു നുള്ളും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതൊന്ന് വേവിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പച്ചക്കറിയുടെ ഒപ്പം ഇത് ഇട്ടാൽ ഇത് വെന്ത് കിട്ടൂല. അപ്പോൾ നമുക്കിതൊരു 1/4 ഭാഗം ആദ്യം വേവിച്ചെടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് പച്ചക്കറികളും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പച്ചക്കറി നമ്മളെ കുറുമയും അതേപോലെ തന്നെ ചപ്പാത്തിയാണ് കേട്ടോ ഇന്ന് ഇതിലേക്ക് ഉണ്ടാക്കുന്നത്. അതുപോലെ ഇന്ന് എണ്ണക്കടികളൊന്നും ഉണ്ടാക്കണമില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ ഇതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചിക്കണം. ഇനി ഇതൊന്ന് അടുപ്പത്ത് വെക്കട്ടെ. അങ്ങനെ ഞാൻ കുക്കറൊക്കെ അടുപ്പത്ത് വെച്ചിക്കണു. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പച്ചക്കറികൾ വേണം. ഞാൻ എടുത്ത പച്ചക്കറികൾ ഇതൊക്കെയാണ് കേട്ടോ. കുറച്ച് ക്യാരറ്റ് എടുത്തുക്കണം, അതുപോലെ ഒരു വലിയ ഉള്ളി എടുത്തുക്കണം, 2 ഉരുളക്കിഴങ്ങ് എടുത്തുക്കണം, പിന്നെ ബീൻസ്, തക്കാളി അങ്ങനെയുള്ളതൊക്കെ, അതുപോലെ തന്നെ ഒരു വാഴയ്ക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ ചതച്ചതാണ്. പിന്നെ ഇത് വേപ്പിൻ്റെ ഇല, പിന്നെ കവറിൽ കുറച്ച് മല്ലിയിലയും പുതിനയുടെ ഇലയാണ് കേട്ടോ. അപ്പോൾ ഒരു തക്കാളി, അതുപോലെ കുറച്ച് പച്ചമുളകും, അതുപോലെ കുറച്ച് ചെറിയ ഉള്ളിയും. അപ്പോൾ ഇതൊക്കെ ഞാനിതാ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി വൃത്തിയിൽ കഴുകി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പച്ചക്കറികൾ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ ഗ്രീൻ പീസ് അവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതായി നുറുക്കി വെച്ച പച്ചക്കറികളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്നിച്ച് തന്നെയാണ് ഞാൻ വേവിക്കണത്. ഇതൊക്കെ ഒരു 5 മിനിറ്റ് ഇരുന്നാൽ തന്നെ ഇതൊക്കെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഏതായാലും ഈ കുക്കറിലേക്ക് ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. അതുപോലെ മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഗ്രീൻ പീസിൻ്റെ ഒപ്പം ഇട്ടിട്ടുള്ളത്. പിന്നെ ഉപ്പ് ഇട്ടുക്കണു. ഇനി നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല. ഞാൻ ഈ പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുത്തുക്കണു. ഇനി ഇതിലേക്ക് വെറും ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിരുന്നു കേട്ടോ. അത് ഈ വീഡിയോയിൽ പെട്ടിട്ടില്ല. ഇനി ഏതായാലും കുക്കറൊക്കെ അടച്ച് ഞാൻ പിന്നെ അത് അടുപ്പത്ത് വെച്ചു. പിന്നെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ചപ്പാത്തിയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വെജിറ്റബിൾ കുറുമയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ ചപ്പാത്തി, അതുപോലെ ഭൂരി, ഇതിലേക്കൊക്കെ നല്ല ടേസ്റ്റ് ആക്കാറ് കേട്ടോ വെജിറ്റബിൾ കുറുമ. പിന്നെ ഞാൻ ഏതായാലും എൻ്റെ പച്ചക്കറിയൊക്കെ അവിടെ വെന്ത് കഴിഞ്ഞിരിക്കണു. ഇതളൊക്കെ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കട്ടെ. അതായത് തേങ്ങ, അതുപോലെ വലിയ ഉള്ളിയുടെ പീസ്, അതുപോലെ ചതച്ചത്, പച്ചമുളക്, മല്ലിയില, പുതിനയുടെ ഇല, വേപ്പിൻ്റെ ഇല, തക്കാളി. ആദ്യം തന്നെ ഞാൻ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് വലിയ ജീരം ഇട്ട് കൊടുത്തുക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് അറിയുമ്പോൾ ഞാൻ തക്കാളി ഇട്ട് കൊടുക്കണില്ല. തേങ്ങയും അതുപോലെ ഉള്ളിയും പുതിനയുടെ ഇലയും അതുപോലെ പച്ചമുളക് ചതച്ചത്, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ആദ്യം വറുത്തെടുക്കുന്നത്. പിന്നെ അതിലേക്കൊരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തുക്കണു. ഈ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്ത് എടുത്തതിന് ശേഷമാണ് ഞാൻ ഈ തക്കാളി ഏറ്റവും ലാസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഏതായാലും ഇനി അതും കൂടി ഒന്ന് വറുത്തെടുക്കട്ടെ. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. മല്ലിപ്പൊടി ഒന്ന് വറുത്തെടുത്തതിന് ശേഷം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തുക്കണം. മുളക് പൊടി കുറച്ച് മതി കേട്ടോ. കാരണം നമ്മൾ 2 പച്ചമുളക് ഇട്ട് കൊടുത്തുക്കണം. പിന്നെ നമ്മൾ നോമ്പറക്കുമ്പോഴത്തേനുള്ള തണ്ണിമത്തനൊക്കെ അവിടെ വെട്ടി റെഡിയാക്കണുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ പച്ചക്കറി കുറുമ ഇവിടെ വെജിറ്റബിളൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് വേറൊരു കുക്കറിലേക്കാണ് ഒഴിച്ചിരിക്കുന്നത്. പിന്നെ നമ്മളെ തേങ്ങയൊക്കെ ഇവിടെ അരച്ചെടുത്ത് റെഡിയാക്കി വന്നിക്കണു. ഞാൻ പിന്നെ അതും കൂടി നമ്മളെ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടോ. പിന്നെ മിക്സിയിൽ തന്നെ കുറച്ചുകൂടി വെള്ളമാക്കിയിട്ട് അത് ഞാൻ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഈ കുറുമ അറിയുമ്പോൾ നമുക്ക് കൂടുതൽ വെള്ളം വേണ്ട കേട്ടോ. പാകത്തിന് വെള്ളം മതി. കുറച്ച് കട്ടിയിലാക്കാരം നമുക്ക് ഇത് വേണ്ടി വരിക കേട്ടോ. അങ്ങനെ നമ്മൾ വെജിറ്റബിൾ കുറുമ അവിടെ റെഡി ആയിക്കണു. ഇനി നമുക്കിത് അത് തൂമിച്ചെടുക്കണം. പിന്നെ കുറച്ച് മല്ലിയിലൊക്കെ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും മല്ലിയിലൊക്കെ ഇവിടെ അരിഞ്ഞ് വെച്ച് കൊടുത്തുക്കണു. അതും കൂടി ഞാനിതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, തൂമിക്കാൻ കുറച്ച് വെളിച്ചെണ്ണയിലാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തുക്കണം. പിന്നെ നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്തുക്കണം. പിന്നെ കറിവേപ്പിൻ്റെ ഇല അങ്ങനെ ഇട്ട് കൊടുത്തുക്കണം കേട്ടോ. അപ്പുറത്തും മുന്തിരി, അതുപോലെ തന്നെ നമ്മൾ തണ്ണിമത്തനൊക്കെ അവിടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. നോമ്പറക്കാൻ ടൈം ആയിക്കണം. അപ്പോൾ ടേബിളിൽ കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ തന്നെ ഞാനിവിടെ ഉള്ളിയൊക്കെ നല്ലോണം മൂത്ത് വന്നിക്കണു. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇതുപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി വെക്കും കേട്ടോ. ഞാൻ വെജിറ്റബിൾ കുറുമ അതുപോലെയാണ് ഉണ്ടാക്കുക. ഏതായാലും ഇത് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയൊക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ബാങ്ക് കൊടുക്കാനായി. പിന്നെ നമ്മൾ ടേബിൾ മക്ക് ഒക്കെ ഒന്ന് ഇനി കൊണ്ടുപോയി വെക്കട്ടെ കേട്ടോ.
അങ്ങനെ ഇതാ ടേബിൾ നമുക്ക് ഒക്കെ അതവിടെ കൊടുന്ന് വെച്ചിക്കണു. പിന്നെ ചപ്പാത്തി അതുപോലെ തന്നെ കുറുമിയും ഒക്കെ ഇപ്പം തന്നെ കൊടുന്ന് വെച്ചിക്കാണ് കേട്ടോ. ഇപ്പം നോമ്പ് തുറന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തിയൊക്കെ തിന്നാൻ വിചാരിച്ചിട്ടാണ് കൊടുന്ന് വെച്ചാണ്. പക്ഷേ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒന്നും വേണ്ട തോന്നും കേട്ടോ. പിന്നെ ഒരു 8 മണി 9 മണിയും ചിലപ്പോൾ 10 മണി ആവലുണ്ട് എന്തെങ്കിലുമൊക്കെ തിന്നണമെന്നുണ്ടെങ്കിൽ. ഏതായാലും ഇതാ ഞങ്ങളൊക്കെ അതാ പിന്നെ അങ്ങനെ നോമ്പ് തുറക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കേണ്ടത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.